നമസ്കാരം. കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ SFI നേതാവിനെ പ്രതിയാക്കിയതിന് പിന്നിൽ VD സതീശൻ തന്നെയാണ്. വെറുതെ അല്ല. ഈ വാചകം കേട്ടെ. കേസിൽ കുടുക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതെ, പോലീസ് കുടുക്കിയിരിക്കുന്നത് ആരെയാണ്? സതീശന്റെ വാചകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചു പറയുന്നു, പോളിടെക്നിക്കിലെ ലഹരി വേട്ട, KSU നേതാക്കന്മാരുടെ മുറിയിൽ നിന്ന് ലഹരി പിടിച്ച സന്ദർഭത്തിൽ കൃത്യമായിട്ട് പോലീസിൽ നിന്നുള്ള ഇൻഫർമേഷൻ പ്രതിപക്ഷ നേതാവിന് പോയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് SFI ഭാരവാഹിയെ വിളിച്ചു വരുത്തി അയാളുടെ റൂമാണെന്നുള്ള നിലയ്ക്ക് KSUക്കാരുടെ കൈവശം പാക്ക് ചെയ്തു വെച്ചിരുന്ന ഒരു കഞ്ചാവ് നേരെ അഭിരാമിന്റെ റൂമിൽ കൊണ്ടുവച്ച് അദ്ദേഹത്തെ പ്രതി ചേർത്തു എന്ന് വളരെ ശക്തമായി സംശയിക്കുകയാണ്. അതിന് കാരണം ഇത്രയും കാലം പിണറായി പോലീസിനെ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന സതീശൻ ഒറ്റയടിക്ക് പോലീസിനെ മഹത്വവൽക്കരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചിലത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചില കള്ളങ്ങൾ നമ്മുടെ നാവ് ചതിച്ച് പുറത്തേക്ക് വരും. അതുപോലുള്ള ഒരു വികട സരസ്വതി ചെയ്ത പ്രവർത്തനങ്ങൾ സതീശന്റെ നാവ് കൊണ്ട് തന്നെ പുറത്തു പറയിച്ചത് നിങ്ങളൊന്ന് കേട്ടെ. പിന്നെ ഇവർക്ക് മന്ത്രിമാർക്ക് എന്താ എത്ര വിഷമം? SFI എന്ന് പറയുമ്പോ ഇല്ല, നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ. പോലീസ് വളരെ കൈരളി പറഞ്ഞാൽ KSUക്കാരൻ വരില്ല, അതിൽ പ്രതിയാവില്ല. പോലീസാണ് അന്വേഷിക്കുന്നത്. പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു. കേസിൽ കുടുക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. കേസിൽ കുടുക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. കേസിൽ കുടുക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. കേസിൽ കുടുങ്ങിയത്. ഇനി KSUക്കാരെ വേണമെങ്കിൽ പെടുത്തണം. അത് പെടുത്താൻ, നിരപരാധികളെ പെടുത്താൻ തയ്യാറല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ല, ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കും. കാരണം ഞങ്ങളുടെ ഒരു ആരോപണം നേരത്തെ ഉണ്ട്. കേട്ടോ, കൈരളിയൊന്നും പറയണ്ട. ഇതുണ്ടായ സന്ദർഭത്തിൽ തന്നെ നിരപരാധിയായ ഒരു വ്യക്തി, അദ്ദേഹം ആ ക്യാമ്പസിൽ പോലും ഇല്ലായിരുന്നു. പക്ഷെ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന ആ മുറിയുടെ കഞ്ചാവ് പിടിച്ച മുറിയിൽ താമസിക്കുന്ന അതിലും ആനന്ദും അവർ KSUക്കാരായതുകൊണ്ട് പ്രതികളെ അല്ല, അവരെ പ്രതി ചേർക്കേണ്ടതുമില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു പാവപ്പെട്ടവനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തുകൊണ്ട് KSUക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ആ കോൺഗ്രസ്സുകാരൻ നടത്തിയ ഇടപെടൽ എന്താണെന്ന് സതീശന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. എന്നിട്ടങ്ങ് മെഴുകുകയാണ്. ആ മെഴുകിയതും കൂടി നിങ്ങളൊന്ന് കേട്ടെ. കേരള പോലീസിനെ മുഴുവൻ 24 മണിക്കൂറും പുലഭ്യം പറഞ്ഞുകൊണ്ട് നടന്ന സതീശൻ ഒറ്റയടിക്ക് ഈ പോലീസിനെ മഹത്വവൽക്കരിക്കണമെന്നുണ്ടെങ്കിൽ ആ പോലീസ് എന്തോ കൈ അയഞ്ഞ സഹായം സതീശന് ചെയ്തു കൊടുത്തു, KSUക്കാരെ രക്ഷപ്പെടുത്താൻ ചെയ്തു കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരെ എത്ര മഹത്വവൽക്കരിച്ചാണ് സതീശൻ സംസാരിക്കുന്നു എന്ന് കേട്ടെ. അതുകൊണ്ട് എന്താ, പോലീസ് പറഞ്ഞല്ലോ, അന്വേഷിച്ചിട്ട് പറഞ്ഞല്ലോ ആ ആൾ അവിടെ ഇല്ല, ആൾക്ക് അതിലോട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് പോലീസ് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ അന്വേഷിക്കാൻ പോയല്ലോ. നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങളാണ് പ്രതികളെ കണ്ടെത്തുന്നത്. നിരപരാധികളായ ആളുകളുടെ തലയിൽ നിങ്ങളാണ് കെട്ടിവെക്കുന്നത്. അന്വേഷിച്ച പോലീസാണ് പറഞ്ഞത് നിരപരാധികളുടെ തലയിൽ കേസ് കെട്ടിവെക്കില്ല, ഞങ്ങൾ നന്നായി അന്വേഷിച്ച് ഇട്ടാണ് ഇതിലെ പ്രതികളെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നത് പോരാ. ചില കള്ളങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ചെയ്യുന്നവന്റെ നാവ് കൊണ്ട് തന്നെ നാട് കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാകും. കാര്യം ഉള്ളിലുണ്ടല്ലോ, പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ കടന്നുകൂടി അതിന്റെ ഇടയിൽ കയറി വരും. KSUക്കാരെ രക്ഷപ്പെടുത്തി. കഞ്ചാവ് പിടിച്ചത് KSUക്കാരുടെ മുറിയിൽ നിന്ന്. പക്ഷെ ആ 2 കിലോ കഞ്ചാവ് പിടിച്ചതും SFIക്കാരുടെ തലയിലേക്ക് വയ്ക്കാൻ വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി സതീശനും സംഘവും മാസപ്പടി കൊടുത്ത് ചെയ്യുന്ന പ്രവർത്തനം എത്രമാത്രം ക്രൂരമാണെന്ന് ചിന്തിച്ച് ഈ നാട്ടിൽ നിരപരാധികളെ ഇരയാക്കിക്കൊണ്ട് ഇവർ രാഷ്ട്രീയം വളർത്താൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആരാണ് കൊള്ളരുതായ്മ രാഷ്ട്രീയയുടെ വക്താക്കളെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ഒരു ക്യാമ്പസിനുള്ളിൽ KSUക്കാർ താമസിക്കുന്ന മുറിക്കകത്ത് നടത്തുന്ന പ്രവർത്തനം കഞ്ചാവ് 2 കിലോ വാങ്ങിവെച്ച് ഇലക്ട്രിക്കൽ ത്രാസും വാങ്ങിവെച്ച് അതിൽ തൂക്കി ചില്ലറ പാക്കറ്റുകളാക്കി വിൽക്കുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ വളർന്നു വന്നാൽ നാളെ ആരായി മാറും? അവനെയൊക്കെയാണ് സതീശൻ ന്യായീകരിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ യൂണിയൻ ഭാരവാഹിയെ പോലീസുകാരെ കൊണ്ട് ഇല്ലാത്തൊരു കേസ് എടുപ്പിച്ച് അത് വെച്ച് ന്യായീകരിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഫ്രോഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് സതീശൻ എന്നും സതീശൻ കൊടുത്ത നിർദ്ദേശാനുസരണമാണ് ആ ഉദ്യോഗസ്ഥർ നിരപരാധിയായ ഒരു വ്യക്തിയെ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് കോൺഗ്രസുകാർക്ക് ഈ കഞ്ചാവ് കച്ചവട വിഷയം അതിനെ ലഘൂകരിക്കാനും പറഞ്ഞു നിൽക്കാനും അവസരം ഉണ്ടാക്കി കൊടുത്ത ആ ഉദ്യോഗസ്ഥനെ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കോൺഗ്രസുകാർക്ക് വേണ്ടി ഈ വിടുപണി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇനി സർവീസിൽ തുടരാൻ പാടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സതീശൻ പറഞ്ഞിരിക്കുന്ന ഈ വാചകം. പിന്നെ ഇവർക്ക് മന്ത്രിമാർക്ക് എന്താ എത്ര വിഷമം? SFI എന്ന് പറയുമ്പോ ഇല്ല,
നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ. പോലീസ് വളരെ കൈരളി പറഞ്ഞാൽ കേസുകാരൻ വരില്ല, അതിൽ പ്രതിയാവില്ല. പോലീസാണ് അന്വേഷിക്കുന്നത്. പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു. കേസിൽ കുടുക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. കേസിൽ കുടുക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. കേസിൽ കുടുക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം കേസിൽ കുടുങ്ങിയത്. ഇനി കേസുകാരെ വേണമെങ്കിൽ പെടുത്തണം. അത് പെടുത്താൻ നിരപരാധികളെ പെടുത്താൻ തയ്യാറല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ല, ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കും. കാരണം ഞങ്ങളുടെ ഒരു ആരോപണം നേരത്തെ ഉണ്ട്.